ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ വ്യക്തിയുടെ രാത്രികാല ചിന്തകളെക്കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയുക, പോസിറ്റീവായിട്ടിരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് വീഡിയോ ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും കാണാം. ഈ ഒരു വീഡിയോ ഏത് സമയത്തും കാണാം. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ടു കപ്സിൻ്റെ എനർജിയാണ് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഈ ഹെയറോപ്പെൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ ഒരു റീഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നതെന്നാണ് ഇവിടെ കണ്ടോ. ടു കപ്സ്, പിന്നെ വന്നിരിക്കുന്നത് 8 ഓഫ് വാൻസിൻ്റെ എനർജി. നിങ്ങളുടെ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു നിങ്ങളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ ഒരു തടസ്സവും കൂടാതെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ സ്വന്തമാക്കണം എന്നുള്ള ഒരു ചിന്തയോടെ തന്നെയാണ് അവർ നിങ്ങളെ സ്നേഹിക്കുന്നത്. നമുക്ക് കാണാം ഹെയറോപ്പൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതായത് നിങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള സ്വന്തമാക്കണം, ലൈഫ് ലോങ് നിങ്ങൾ അവരുടെ കൂടെ വേണം. അപ്പോൾ ആ ഒരു ചിന്താഗതിയിലാണ് ഒരു എന്താ പറയുക, നിങ്ങളെ കണ്ടുമുട്ടിയതും അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്ഷൻ അവർക്കുണ്ടായത്. നിങ്ങളെ ഒരു ടൈം പാസിന് സ്നേഹിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചത്, അല്ലെങ്കിൽ നിങ്ങളെ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത്. അവരെ ലൈഫ് ലോങ് നിങ്ങൾ അവരെ കൂടെ നിൽക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് അവർ ഈ ഒരു സമയം നിങ്ങളെ ആഗ്രഹിക്കുന്നത്. കാരണം അവർക്ക് നിങ്ങളോളം ബെറ്ററായ ഒരു വ്യക്തി, അല്ലെങ്കിൽ അവരുടെ നിങ്ങളോളം നല്ലൊരു വ്യക്തി അവർക്ക് ഇന്നേ വരെ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് കാണുന്നത്. അതായത് അവരങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളോളം ബെറ്ററായ ഒരു വ്യക്തിനെ അവരുടെ ലൈഫിൽ കിട്ടിയിട്ടില്ല, ഇതുവരെ കിട്ടില്ല എന്നുള്ള ഒരു ഇതിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത്. അപ്പോൾ ഒരുപാട് വിശ്വാസം നിങ്ങളെ മേലുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വ്യക്തിയെ വിട്ടു പോകത്തില്ല, നിങ്ങളെന്നും അവരുടെ കൂടെ ഉണ്ടാകും. കാരണം അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവർക്കൊരു വിശ്വാസമാണ് കൂടുതലും നമുക്ക് കാണുന്നത്. അവർക്ക് നിങ്ങളെ ഒരുപാട് വിശ്വാസമാണ്. നിങ്ങൾ അവരെ വിശ്വസിക്കുന്നതിനേക്കാളും അവർ നിങ്ങളെ ഒരുപാട് വിശ്വസിക്കുന്നു എന്നാണ് കാണുന്നത്. കൂടുതൽ ക്ലാരിഫിക്കേഷൻ കാർഡ്സ് ഒന്ന് എടുത്തോ. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിയും നിങ്ങളും നല്ല രീതിയിൽ വഴക്ക് നടന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ തമ്മിൽ നല്ല ഒരു വഴക്ക് ഉണ്ടാക്കിയതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇവിടെ സ്റ്റക്ക്, അതുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു സ്റ്റക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്തോ ഒരു വഴക്കുണ്ടായിട്ടുണ്ട് നിങ്ങൾക്കിടയിൽ. ഒരുപാട് ഇഷ്ടമുണ്ട്, പക്ഷേ എന്തോ ഒരു വഴക്ക് നടന്നതുകൊണ്ടുള്ള ഒരു സ്റ്റക്കാണിപ്പോൾ ആ വ്യക്തി നേരിടുന്നത് കേട്ടോ നിങ്ങൾക്കിടയിൽ. പക്ഷേ എന്തോ ഫിനാൻഷ്യൽസ് പ്രോബ്ലംസ് ഉണ്ട്, അതും കാണുന്നുണ്ട് കേട്ടോ. ഇതിൽ ഭയങ്കര തടസ്സങ്ങളാണ് മുമ്പിൽ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നതും നമുക്കിവിടെ മെയിനായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇതും വന്നിരിക്കുന്ന റിവേഴ്സാണ്. ഫീലിങ്സിനൊക്കെ ഇപ്പോൾ മറച്ചു വെക്കേണ്ട ഒരു അവസ്ഥ ഈ ഒരു സമയത്ത് അവരങ്ങനെ ചെയ്യുന്നുണ്ട്. അതായത് ആരുടെ മുമ്പിലും നിങ്ങളോടുള്ള ഫീലിങ്സ് തുറന്ന് കാണിക്കുന്നില്ല അവർ. ഈ സമയത്ത് തുറന്ന് പ്രകടിപ്പിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. കാരണം നമുക്ക് മൂൺ എനർജിയാണ് വന്നിരിക്കുന്ന തടസ്സങ്ങളാണ്. അതിജീവിക്കണമെന്ന് തോന്നുമ്പോഴും ഇപ്പോൾ തടസ്സങ്ങളാണ് മുമ്പിൽ കാണുന്നത്. ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും പുറത്തെടുക്കാൻ പറ്റുന്നില്ല. ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത്. അതായത് സിറ്റുവേഷൻ ബ്രേക്കപ്പ് ആയതായിട്ടാണ് കാണുന്നത്. അതും ഡെത്ത് കാർഡും വന്നിരിക്കുന്നത് റിവേഴ്സായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ബ്രേക്കപ്പ് ആയതായിട്ടാണ് ഇവിടെ കാണുന്നത്. പക്ഷേ നിങ്ങളുടെ വ്യക്തി എന്ന് വെച്ച് നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും അവർ നിങ്ങളെ നേടിയെടുക്കും എന്നുള്ള ഒരു വാശിയിലാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത്. ഒരു കാരണവശാലും നിങ്ങളെ വിട്ടു കൊടുക്കില്ല എന്ന് തന്നെയാണ് നിങ്ങളുടെ ഉറച്ച തീരുമാനമാണ്. ഇതല്ലേ ക്യൂൻ ഓഫ് കപ്സ്, പെൻറ്റിക്കിൾസിൻ്റെ എനർജി. ഉറച്ച തീരുമാനം അവർക്കുണ്ട്, നിങ്ങളെ ആർക്കും വിട്ടു കൊടുക്കില്ല. കാരണം അവർക്ക് അവരുടെ ലൈഫ് സക്സസ് ആണെങ്കിൽ അവിടെ നിങ്ങൾ വേണം. നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫ് സക്സസ് ആകത്തുള്ളൂ. പക്ഷേ ഏതോ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നും ഇവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി. പക്ഷെ അത് ശരിക്കും നിങ്ങളെ തളർത്തി കാണും എന്നവർ ഈ സമയത്ത് വിചാരിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും നിങ്ങളെ അവർ വിട്ട് കളയാൻ തയ്യാറല്ല.
ഉടനടി നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് വരണമെന്ന് വിചാരിക്കുമ്പോഴും ഈ സമയത്ത് നിങ്ങളുടെ വ്യക്തി ഏതോ ഒരു ഫെമിനിൻ എനർജിയുടെ ഒരു ഇതാണ് കാണുന്നത്, കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ അവരുടെ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ സിസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കാം, എക്സ് ആയിരിക്കാം, അങ്ങനെ ആരോ. പക്ഷെ അവരുടെ മനസ്സിപ്പോൾ നിങ്ങളിലാണ് എന്നതാണ് വീണ്ടും ഒരു തുടക്കം നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട്. ഇതാണ് അവർ രാത്രികാലങ്ങളിൽ അവർ ചിന്തിക്കുന്ന അതാണ്. നിങ്ങളെ വിട്ട് കളയാനോ വിട്ട് കൊടുക്കാനോ തയ്യാറല്ല. കാരണം നിങ്ങളെ മറ്റൊരു വ്യക്തിക്കും വിട്ടു കൊടുക്കാനൊന്നും ഇവർക്ക് ഇഷ്ടമല്ല, ഇവർ അതിന് തയ്യാറല്ല. ഇപ്പോഴും നിങ്ങളുമായിട്ടുള്ള ഒരു തുടക്കം നിങ്ങളുടെ വ്യക്തി ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നാകണം, ഒന്ന് ചേരണം, ഒരു റിയൂണിയൻ ഒക്കെ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ കാണുന്നത്. നമുക്ക് കാണാം ഇവിടെ 6 ഓഫ് വാൻസിൻ്റെ എനർജി. അവർ നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. പെട്ടെന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്നും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്നാണ് അവർ തിരിച്ചു വരണമെന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഈ ഒരു സമയത്ത്. നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളെ കണ്ടുമുട്ടണം, അല്ലെങ്കിൽ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യണം എന്നുള്ള ഒരു ചിന്തയിലാണ്. നിങ്ങളുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് ശരിയാക്കി എടുക്കണം എന്നൊക്കെയുള്ള, എന്നാലും നിങ്ങളെ വിട്ടുകൊടുക്കില്ല, ആർക്കും വിട്ടുകൊടുക്കില്ല അവർ. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കാണുന്നത്. കാരണം അവർക്ക് നിങ്ങളാണ് അവരുടെ ലൈഫ് ലോങ്. നിങ്ങൾ കൂടെയുണ്ടെങ്കിൽ മാത്രമേ ഈ വ്യക്തിയുടെ സന്തോഷം സമാധാനം ഒക്കെ നിങ്ങളുണ്ടാകുമ്പോൾ മാത്രമാണ്. അത്രത്തോളം അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഫീലിങ്സ് ഒന്നും നിങ്ങളടുത്ത് കാണിക്കുന്നില്ല എന്നും കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നിങ്ങൾക്ക് അവരുടെ മെസ്സേജോ കോളോ ഒന്നും ലഭിച്ചില്ലെന്ന് വരാം. കാരണം അവരുടെ സിറ്റുവേഷൻ അതാണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് സ്നേഹം ഉള്ളിൽ ഒതുക്കിയാണ് അവർ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. മനസ്സുകൊണ്ട് അവർ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആക്ഷൻ എടുക്കാൻ ഇപ്പോൾ പറ്റാത്ത അതുകൊണ്ടാണ്. എന്നാലും ആക്ഷൻ എടുക്കും എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനത്തിൽ നിൽക്കുകയാണ് നിങ്ങളുടെ വ്യക്തി. കണ്ടോ, ഉറച്ച തീരുമാനത്തിലാണ്. വിട്ടുകൊടുക്കില്ല, നിങ്ങൾ അവർക്ക് വേണം, ജീവിതകാലം മുഴുവൻ നിങ്ങളെ വേണം എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുടെ എനർജി നോക്കുന്ന സമയത്ത് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത്. ഇതാർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് നമുക്ക് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം. റിയൂണിയൻ മെയ് മാസം, കെ ആണ്, ലെറ്റർ കെ ആണ്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്. ഗവൺമെൻറ് ജോലിയുള്ളവരായിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ. പത്തനംതിട്ട, ഡാൻസ് അറിയുന്നവരായിരിക്കാം. ടൈലറിങ്, ഗൾഫ് രാജ്യം. ഒ ആണ്, ലെറ്റർ ഒ ആണ്. തൃക്കേട്ട നക്ഷത്രം, ലെറ്റർ എഫ് ആണ് വന്നിരിക്കുന്നത്. മകം നക്ഷത്രം, ഗ്രീൻ കളർ, ലെറ്റർ യു ആണ്. ഒക്ടോബർ, ചിത്തിര. ലോയർ ആയിരിക്കാം. കൊല്ലം, കോട്ടയം. 50 ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്